ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവെ സ്തുതിപ്പാൻ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഉഷകാലം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഇതുപോലൊരു പ്രഭാതം നമുക്കടുത്തിടുന്നു മനമേ. ഇതുപോലൊരു പ്രഭാതം നമുക്കടുത്തിടുന്നു മനമേ. എന്താനന്ദം നമ്മൾ പ്രിയനായി ശോഭസൂര്യനായി വരുന്ന. എന്താനന്ദം നമ്മൾ പ്രിയനായി ശോഭസൂര്യനായി വരുന്ന. നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാമേശു കാരുണ്യം. നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാമേശു കാരുണ്യം. ഓരോന്നോരോന്നായി ധ്യാനിപ്പാൻ ഇതു നല്ല സന്ദർഭമാകുന്നു. ഓരോന്നോരോന്നായി ധ്യാനിപ്പാൻ ഇതു നല്ല സന്ദർഭമാകുന്നു. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവരെത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവരെത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എൻ്റെ കൂടങ്ങു പോരുവാൻ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എൻ്റെ കൂടങ്ങു പോരുവാൻ. ആയൻ പ്രിയൻ്റെ പ്രേമത്തെ ഓർത്തിട്ടാനന്ദം പരമാനന്ദം. ആയൻ പ്രിയനും ബുധുവാനദൂതാനന്ദം ചെയ്തതാനന്ദം. ആയൻ പ്രിയനും ബുധുവാനദൂതാനന്ദം ചെയ്തതാനന്ദം. മരുവിൽ നിന്നും പ്രിയന്മേൽ ചാരി വരുന്നു ഇവളാരുപോൽ. വാനത്തിൽ കൂടെ പോകുന്നേ ഞാൻ സ്വന്ത രാജ്യത്തിൽ ചെല്ലുവാൻ. വാനത്തിൽ കൂടെ പോകുന്നേ ഞാനും സ്വന്ത രാജ്യത്തിൽ ചെല്ലുവാൻ. കൊടുങ്കാറ്റുണ്ടി വാനദേശത്തു പ്രിയനെ എന്നെ വിടല്ലേ. കൊടുങ്കാറ്റുണ്ടി വാനദേശത്തു പ്രിയനെ എന്നെ വിടല്ലേ. കൊതിയോടെ ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങു തീർക്കണേ. കൊതിയോടെ ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങു തീർക്കണേ. ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവെ സ്തുതിപ്പാൻ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ, യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ ദൈവമെന്ന് പറയുന്ന ഒന്നിനെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്നതിൻ്റെ തൂവൽ കൊണ്ട് ഒന്നിനെ മറയ്ക്കാൻ തൻ്റെ തൂവലുകൊണ്ടുണ്ടാവും എന്നെ മറയ്ക്കും. എൻ്റെ ചിറകും കീഴിൽ നീ ശരണം പ്രാപിക്കും. എൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും രാത്രിയിലെ ഭയത്തെയും
പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പായാലും നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, അത്യുന്നതൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുക. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കയില്ല. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടത് നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെ മേലും മണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ വിധിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് തൃപ്തി വരുത്തുവാൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. കർത്താവേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധ ദൈവമേ, ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിത്യമാകുന്നൊരു സംരക്ഷണം ദൈവമേ 91 സങ്കീർത്തനത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. പകൽ പറക്കുന്ന അസ്ത്രത്തെയും വീട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിനക്ക് പേടിപ്പാനില്ല. നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ലെന്ന് കർത്താവിൻ്റെ വചനമുണ്ട്. അപ്പാ ഇതെല്ലാം രോഗങ്ങൾ, ഏതെല്ലാം പ്രതികൂലങ്ങൾ, ഏതെല്ലാം പ്രതിസന്ധികളപ്പാ ഓരോ ദിവസം ജീവിതത്തിന് മേൽ ആഞ്ഞടിക്കുമ്പോഴും അവിടെയും ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിനകത്ത് കർത്തടിയങ്ങളെ കാത്തു പരിപാലിച്ച് ഇന്നും ജീവനോട് ഈ പ്രഭാതത്തിൽ കർത്താവ് അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ദൈവമേടിൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം കൂടെ ലഭിച്ചതിനായി സ്തോത്രം. എത്രയോ വ്യക്തി ജീവിതങ്ങൾ കിടന്നുറങ്ങി കർത്താവ്. എന്നാൽ ഈ ലോകത്തുനിന്ന് കർത്താവ് പലരും ലോകത്തുനിന്നും മാറ്റപ്പെട്ട് പല വ്യക്തികൾ രാത്രി കാലങ്ങൾ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിക്കേണ്ട സാഹചര്യങ്ങൾ കടന്ന് ശാരീരിക മാനസികമെന്ന വിഷയങ്ങൾ അനേക ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവമേ, മനുഷ്യന് സ്വസ്ഥമായ സമാധാനത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിന് നടുവിൽ ഈ ഭൂമി ആയിരിക്കുമ്പോൾ പരിശുദ്ധനെ അവിടെയും ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്ന കർത്താവ് യേശു അന്നു വേണ്ടതാകുന്ന നന്മകളെ തന്ന്, ആഹാരം തന്ന്, ഉടുക്കാൻ തന്ന്, കുടിക്കാൻ തന്ന്, യാത്രയ്ക്കുള്ളതാകുന്ന കാര്യങ്ങൾ ചെയ്ത് ചിലവാക്കുന്ന സാമ്പത്തിക നന്മകളെ തന്ന കർത്താവ്, എന്തെല്ലാം ദൈവമേ അനുനിമിഷം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് വേണ്ടതാകുന്ന സകല നന്മകളും കരുതിയ ദൈവത്തിൻ്റെ മഹത്വമേറിയ സ്നേഹത്തിനായി എത്രമാത്രം സ്തുതിച്ചാലും എത്രമാത്രം നന്ദി കരയറ്റിയാലും മതിയാവില്ല. ഇങ്ങനെ ഒരു പ്രഭാതത്തിൽ ഈ ഉയർപ്പിൻ്റെ ദിവസത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അടിയുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഇന്ന് പകൽക്കാലം ലോകത്തിലെ സകല വിശുദ്ധന്മാരും അങ്ങയെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അടിയങ്ങൾക്കും ദൈവമേ അങ്ങയുടെ സനിൽ കടന്നു ചെയ്യുന്ന ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തിയ കൃപയ്ക്കായി ദൈവം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഇപ്പോൾ ആ പ്രഭാതത്തിൽ കർത്താവ് ക്ഷേമത്തോടെ എഴുന്നേറ്റ് കർത്താവ് കർത്താവ് ശാരീരിക ശുദ്ധികൾ വരുത്തി കർത്താവിൻ്റെ സനിലേക്ക് കടന്നു ചെയ്യുന്ന കർത്താവിൻ്റെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് സന്തോഷത്തോടെ മടങ്ങി വരുവാൻ്റെ കോണത്തെ കൃപ ചെയ്തതിനായി സ്തോത്രം. ദൈവമേ, എത്ര മഹാലിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതിയ വിധങ്ങൾ എത്ര വലുതാണ്. ഒരു ശുദ്ധനെയപ്പോൾ ഈ സത്യദൈവത്തെ കണ്ടുമുട്ടാൻ പലർക്കും കഴിയുന്നില്ല കർത്താവ്. അനേക വ്യക്തിജീവങ്ങൾ പാപത്തിൻ്റെ ചതിക്കുഴിയിൽ അകപ്പെട്ടു പോകുന്നു, മദ്യത്തിന് മയക്കുമരുന്ന് അടിമപ്പെട്ടു പോകുന്നു. പ്രഭാതത്തിൽ പോലും അനേക കുടുംബത്തിനകത്ത് സ്വസ്ഥത ലഭിക്കുന്നില്ല, സമാധാനം ലഭിക്കുന്നില്ല കർത്താവേ. നാളെ എന്താകുമെന്ന് ചില മാതാപിതാക്കൾ ഭാരപ്പെടുന്ന, തലമുറയോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിജീവിതങ്ങളുണ്ട് കർത്താവേ. അപ്പോൾ ആ സഹോദരങ്ങളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത് കർത്താവ് ഭാരപ്പെടുന്നതാകുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ കർത്താവേ എന്തൊക്കെ ആയിത്തീരുമെന്ന് കർത്താവ് പല ചിന്താകുണ്ടലങ്ങൾ കർത്താവ് ഭാരപ്പെടുമ്പോൾ കർത്താവേ, ദൈവവചനം ഇങ്ങനെ വിളിച്ചു പറയുന്ന കർത്താവേ, പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവം. സ്വോത്രം 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 കർത്താവ്. ഹൃദയത്തിന് ചൂട് പിടിക്കുമ്പോൾ പ്രാണനെ തടുപ്പിക്കൊരു ദൈവം കർത്താവ്. 97 കർത്താവ് 7 സങ്കീർത്തന കർത്താവിൻ്റെ 17 വാക്യത്തിൽ കർത്താവ് അങ്ങ് ഞങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവമാണ് കർത്താവ്. ഞങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുന്ന ദൈവമാണ് കർത്താവ്. സ്തോത്രം. അങ്ങല്ലാതെ ഞങ്ങൾക്കൊരു നന്മയും ഇല്ല ഈ ഭൂമിയിൽ കർത്താവ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന വിധങ്ങൾക്കായി സ്തോത്രം. വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ ഇന്ന് വരെയും ദൈവത്തിൻ്റെ തങ്കക്കരങ്ങൾ അടികളെ സൂക്ഷിച്ച് കർത്താവ്. ഇന്ന് രാത്രി കാലം ഈ പകൽക്കാലം അപ്പൻ്റെ തിരുസന്നിലേക്ക് അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരും അങ്ങേ ആരാധിക്കുന്ന ഈ സമയത്ത് കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ കർത്താവ് അടിയങ്ങൾക്കൊന്ന് കടന്നു വരാൻ ഈ കൃപ ചെയ്തതിനായി സ്തോത്രം. ലോകത്തിൽ കർത്താവ് പല വ്യക്തികൾ പല ദിവസങ്ങളിലായി കർത്താവി ദിവസം കർത്താവി ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനങ്ങൾ ലോകത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന പരസ്യയോഗമായി കർത്താവ് കൺവെൻഷനുകളായി കർത്താവി ഉപവാസ പ്രാർത്ഥനകളായി അനേക വ്യക്തിജീവിതങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് വരുന്ന കർത്താവി സ്വോത്രം. ടു ജീസസ് മിനിസ്റ്ററി പ്രവർത്തിക്കുന്ന ദൈവഭക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിവരെല്ലാം ദൈവം ശക്തിക്ക് അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം, അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അവരുടെ ശുശ്രൂഷ മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണം, അവരുടെ വിശ്വാസ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. അതുപോലെ ശുശ്രൂഷ ചെയ്യുന്ന അനേക ഭക്തന്മാരുണ്ട് കർത്താവ്. ദേശത്തിന് നടുവിൽ എവിടെയൊക്കെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനങ്ങൾ അറിയിക്കുന്ന ഭക്തന്മാരുണ്ട് കർത്താവ്. അവരെല്ലാം ദൈവം ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ മഹത്വം ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരണം കർത്താവേ. അപ്പോൾ എത്രയോ വ്യക്തിജീവിതങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് താറുമാറായിക്കൊണ്ടിരിക്കുന്ന ജീവിതം. അപ്പോൾ ആ അമ്പയെ പരാജയത്തിൻ്റെ പടുകുഴി തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പകൽക്കാലം ദൈവമേ അപ്പൻ്റെ തിരുസന്നിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സഹായിക്കുവാൻ അങ്ങല്ലാതെ അടിയങ്ങൾക്ക് കർത്താവ് മറ്റാരുമില്ല കർത്താവ്. വചനം പറയുന്ന കർത്താവ് മറ്റൊരുത്തനും രക്ഷയില്ല. ഏതൊരു മനുഷ്യൻ രക്ഷിക്ക
വിളിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട പരിശുദ്ധ നാമമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവരെ, കടന്നു വരുന്നവരെ വിടുവിക്കാമെന്ന് പറഞ്ഞ ദൈവമേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളെ വിടുവിക്കാമെന്ന് പറഞ്ഞ കർത്താവ്. അപ്പോൾ ആ സോദരൻ്റെ കർത്താവിനെ സേവിക്കാത്തവർ, ശവിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ദൈവമേ സ്വോത്രം കർത്താവിൽ നിന്നും പലരും കർത്താവ് ദൈവമെന്തെന്നറിയാത്ത, സത്യമെന്തെന്ന് അറിയാത്ത, നീതി എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത, ആരെ സേവിക്കണമെന്ന് അറിയാത്ത, ആരെ പൂജിക്കണമെന്ന് അറിയാൻ കഴിയാതെ അനേക വ്യക്തി ജീവിതങ്ങൾ കർത്താവ് സ്വോത്രം പലരും ഇന്ന് പലതിൻ്റെ മുന്നിൽ കർത്താവ് മുട്ടുകുത്തി ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഈ വേഗത്തിൽ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാനും സത്യദൈവത്തെ കണ്ടുമുട്ടുവാനും മുഖാന്തരങ്ങൾ ഒരുക്കണം. ആരും നശിച്ചു പോകല്ലോ കർത്താവ്. അപ്പോൾ ഇന്ന് പകൽക്കാലം പേർക്കടെ നടക്കുന്ന സെൻട്രൽ കൺവെൻഷനെ കർത്താവ് സഭായോഗത്തെ ഓർത്ത് ദൈവ കൺവെൻഷനിൽ വളരെ അനുഗ്രഹമായി തീരുവാനും സഹായിക്കുന്ന ആലോചനകൾ, നല്ല ദൈവജനങ്ങളൊക്കെ ദൈവത്തിൻ്റെ കേൾപ്പിച്ച് അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായതിന് പല സ്ഥലത്തു നിന്നും പലരും കർത്താവ് കടന്നു വരുന്നുണ്ട്. അവരെയൊക്കെ ദൈവം സഹായിക്കുന്ന ദൈവം. അവർ യാത്രയിൽ കൂടെയും സഹായിക്കുന്ന പോകുന്ന വാഹനത്തെ, വരുന്ന വാഹനത്തെ ദൈവം സൂക്ഷിക്കണം. സുരക്ഷിതമായി കടന്നു വരുവാൻ, സുരക്ഷിതമായി മടങ്ങി ഭവനത്തിലെത്തിപ്പെടുന്നവരെയും ദൈവത്തിൻ്റെ തങ്കക്കരങ്ങളിൽ സൂക്ഷിക്കേണ്ട കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ശബ്ദത്തെയും വെളിച്ചത്തെയും പ്രകൃതിയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരും കർത്താവ്. ശാരീരികവും മാനസികമായി ഭാരപ്പെട്ട് കടന്നു വരുന്നതിന് പൂർണ്ണമാകുന്ന വിടുതലോടെ ഇന്ന് പകൽക്കാലം ദൈവം അയക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ഭക്തന്മാരെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് ഇന്ന് പകൽക്കാലം നടക്കുന്ന അപ്പോൾ സങ്കീർത്തന, പ്രബോധനം, കർത്താവ് തിരുവചനം, കർത്താവ് സാക്ഷ്യങ്ങളെല്ലാം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ സഹായിക്കും. ദൈവിക മഹത്വം വെളിപ്പെടുന്ന പകൽക്കാലം പരിശുദ്ധരുടെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ സമാധാനം ലഭിക്കാൻ കഴിയാതെ, ഈ ആരാധന ലഭിക്കാൻ കഴിയാതെ അനേക വ്യക്തി ജീവിതങ്ങൾ അപ്പോൾ ലേശത്തിന് ലോകത്തിന് നിലവിൽ നോക്കി നിൽക്കുമ്പോൾ പരിശുദ്ധ ദൈവമേ അങ്ങേ ആരാധിക്കാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സാവകാശത്തിന് നന്ദി. അടിയങ്ങൾ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവമേ അങ്ങേ ആരാധിച്ച് അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരാൻ ദൈവം സഹായിക്കണം കർത്താവ്. ഇപ്പോൾ കേൾക്കുന്നവർ, വിശ്വസിക്കുന്നവർ ദൈവസ്ഥലിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആ നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ദൈവം സഹായിക്കും. ഞങ്ങൾ ദേശത്തിന് വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പോലീസ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സ് അസോസിയേഷൻ സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭരണകർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. MLA-മാർക്കും MP-മാർക്കും മന്ത്രിമാർക്കും പ്രധാനമന്ത്രിമാർക്കും മിനിസ്റ്റർക്കും ഗവർണർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിനകത്തുള്ള വ്യവസ്ഥയാണ്. അങ്ങ് തന്നിരിക്കുന്ന വ്യവസ്ഥയാണല്ലോ കർത്താവ്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് കർത്താവ്. അവരേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകലും. ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് ദുർമരണങ്ങൾ, ആക്സിഡൻറ്റുകൾ, അപകടങ്ങൾ കർത്താവ്, മഹാവ്യാധികൾ, മഹാമാരികൾ ഉണ്ടാകുന്നത് അനുവദിക്കില്ല കർത്താവ്. രാഷ്ട്രീയ പകപോക്കലും മറ്റൊന്നും ഞങ്ങൾ പാർക്കുന്ന ദേശത്ത്, ഞങ്ങളുടെ രാജ്യത്തിലോ കർത്താവ് ആരുടെ ജീവിതത്തിനകത്തുണ്ടാകാൻ ദൈവം അനുവദിക്കില്ല. ദൈവമേ, ദൈവനീതിയില്ലാതെ ആരും ഈ ലോകത്തൊന്നും മാറ്റപ്പെടുവാൻ ദൈവം അനുവദിക്കില്ല കർത്താവ്. സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കുകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി ദൈവം പൂർണ്ണമാകുന്ന സൗഖ്യം ഓരോ കുടുംബത്തിനകത്ത് സമാധാനം കൊടുക്കണം. അതിൽ വഴക്കുകൾ മാറ്റണം ദൈവമേ. ഭവനത്തിനുള്ള വഴക്കുകൾ മാറണം കർത്താവ്. അപ്പോൾ സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാറാ രോഗം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ ലോകത്തിലെ സമസ്ത ലോകവിശ്വാസ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. ശാരീരിക മാനസികമായി ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ബ്ലഡ് ക്യാൻസർ ഓർത്ത് പ്രാർത്ഥിക്കും. ബോൺ ക്യാൻസർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അപ്പോൾ ബ്രെയിൻ ട്യൂമർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിട്ടുമാറാത്ത തലവേദനയെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവ്. മാനസികമായും ശാരീരികമായും അസ്വസ്ഥതപ്പെടുത്തുന്ന വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവരെല്ലാ ദൈവം സഹായിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവമേ എല്ലാ വ്യക്തി ജീവിതങ്ങളും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ദൈവകരങ്ങളൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കില്ല കർത്താവ്. പിശാച് ഓരോ കുടുംബത്തെയും തകർത്തുകൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുവാൻ കഴിയാതെ വന്ന കർത്താവ് ദൈവത്തിൻ്റെ മുന്നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ പലരും ആഗ്രഹിക്കുന്ന കർത്താവ്. എന്നാൽ അവരെ കർത്താവ് വിടാതെ കർത്താവ് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും കർത്താവ് രാഷ്ട്രീയത്തിൻ്റെ പേരിലും അവരെ തങ്ങലയ്ക്കകത്ത് ബന്ധിക്കുന്ന ചില അന്ധകാരത്തിൻ്റെ ശക്തി അഴിച്ചു മാറ്റണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനത്തോടെ ദൈവത്തെ ആരാധിച്ച് നിത്യരാജ്യത്തിൽ കടക്കാൻ നീ സഹായിക്കണം. ഭൂമിയിലെ സമാധാനം അവർ അനുഭവിക്കട്ടെ, സ്വർഗത്തിലെ സമാധാനം അവർ അനുഭവിക്കട്ടെ. കർത്താവിന് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദൈവം മാറ്റണം. ദൈവിക മഹത്വം ഓരോ വ്യക്തിയുടെയും കുടുംബത്തിനകത്ത്, ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരണം കർത്താവ്. കോപത്തിൻ്റെ ആത്മാവ് മാറണം, അനുസരണക്കേണ്ട ആത്മാവ് മാറണം, പാപത്തിൻ്റെ ആത്മാവ് മാറണം കർത്താവ്. ഇന്ന് സമൂഹത്തിന് നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവ് നോക്കാൻ പോലും കഴിയാത്തവണ്ണം പാപം ചെയ്തുകൊണ്ട് അപ്പോൾ മാധ്യമത്തിൽ കൂടെ, മൊബൈലിൽ കൂടെ, വാട്സപ്പിൽ കൂടെ, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കർത്താവ് മനുഷ്യനെ അപ്പോൾ ഏത് കുഞ്ഞുങ്ങളെയും തകർത്തു കളയുന്നതാകുന്ന പാവം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, സ്ത്രീകളെയൊക്കെ ദൈവസന്നിധി കോർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പോൾ വിവരമില്ലാത്ത, വിവേകമില്ലാത്ത പ്രവൃത്തികളൊന്നും കാണിക്കാൻ
ദൈവം അനുവദിക്കല്ലേ കർത്താവ്. കാണുന്ന കുഞ്ഞുങ്ങൾ, അത് രസിക്കുന്ന കുഞ്ഞുങ്ങൾ പാപത്തിന് അടിമപ്പെട്ടു പോകുന്ന കർത്താവ്. ഇന്നും അനേക കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്നു കർത്താവ്. വിഹിതമില്ലാത്ത പാവങ്ങൾ ചെയ്യുന്നു കർത്താവ്. പ്രായമാകുന്നതിന് മുമ്പേ കർത്താവ് വിചാരത്തിൽ ഏർപ്പെടുന്ന കുഞ്ഞുങ്ങൾ കർത്താവ് തിരിച്ചറിയാൻ ശാരീരിക ബന്ധമെന്ന് തിരിച്ചറിയാൻ പോലും അറിയാത്ത കുഞ്ഞുങ്ങൾ കർത്താവ് ഇന്ന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു കർത്താവെ. ദൈവമേ അവരെയൊക്കെ ദൈവം സഹായിക്കണം, അവരെ കർത്താവരെ ദൈവം വിടുവിക്കണം കർത്താവ്. ഇതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങൾ കർത്താവ് ഇതിന് മാറി നിൽക്കാൻ ദൈവം കൃപ ചെയ്യണം കർത്താവ്. ഇപ്പോൾ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ വിവാഹത്തിൽ കർത്താവ് വിവാഹം കഴിഞ്ഞ് ശാരീരിക ബന്ധം ഏർപ്പെടുന്നത് പോലെയല്ല കർത്താവ്. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കർത്താവ് പാപത്തിൻ്റെ അകത്ത് ചതിക്കുള്ളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവമേ ഇവരെ സഹായിച്ചേ മതിയാവും. ദൈവത്തിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടേ മതി കർത്താവ്. സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കോളേജുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ സ്തോത്രം ഇതുപോലുള്ള പാപത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധനെ ഒരു ആർത്തി വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ കർത്താവ്. ചലിപ്പിക്കുന്നത് ദൈവമാണ്. ഈ ഭൂമിയുടെ വരപ്പിൽ ഏതെല്ലാം പ്രശ്നങ്ങൾക്കും കർത്താവ് അറുതി വരുത്തുന്നതെന്നും അതിൻ്റെ കർത്താവ് ചലിപ്പിക്കുന്നത് ദൈവമാണ് കർത്താവ്. അങ്ങേക്ക് മാത്രമേ ഇതിന് കഴിയുള്ളൂ. അങ്ങയുടെ മഹത്വം ഇന്ന് പകൽക്കാലം ഭൂമിയുടെ വരപ്പിൽ വെളിപ്പെട്ടു വരാൻ ദിവസത്തിലേക്ക് ഏൽപ്പിച്ച് വളരെ വേദനാജനകമാകുന്ന അവസ്ഥയിലാണെന്ന് സമൂഹത്തിലൂടെ നോക്കുന്നു കർത്താവേ സ്വതം. മനുഷ്യൻ കർത്താവ് എത്രമാത്രം വിഹിതമാകല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ, പാപത്തിന് വേണ്ടി മനുഷ്യൻ വില കൊടുക്കുമ്പോൾ ദൈവം ഇന്ന് പകൽക്കാലം ദൈവത്തെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഞങ്ങളുടെ രാജ്യത്തിൽ സമാധാനത്തിന് അന്തരീക്ഷം കൊണ്ട് നിറയ്ക്കണം. ദൈവത്തിൻ്റെ മഹത്വം ജീവിതത്തിനകത്ത് വെളിപ്പെടണം. പകൽക്കാലം പരിശുദ്ധനെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് ദൈവമേ സഹായിക്കും, ബലപ്പെടുത്തും, അനുഗ്രഹിക്കും. ദൈവകൃപയാൽ നിറയ്ക്കുക കർത്താവ്. ഈ പ്രാർത്ഥന അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരാൻ തക്കോണം ദൈവം സഹായിക്കും. പ്രഭാതത്തിൽ അനേക കുടുംബത്തിനകത്ത് പ്രാർത്ഥനയില്ലാതിരിക്കുന്ന കർത്താവ്, അനേക കുടുംബത്തിനകത്ത് പ്രഭാത പ്രാർത്ഥന ഉണ്ടാകുവാൻ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തി ഓരോ കുടുംബം വിട്ട് മാറത്തക്കവണ്ണം ദൈവപ്രവൃത്തി ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരാണ്ട് ദിവസത്തിൽ പുറത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലം അവിടുത്തെ പുണ്യപാദത്തിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ മഹത്വം ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തട്ടെ. അവിടുത്തെ പുണ്യപാദത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിട്ടുപോയ എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചതൊക്കെ നന്മയോടെ നിറയ്ക്കും മാനവ മഹത്വം പിതാവ് എടുക്കും. ഞങ്ങൾക്കായി ജീവൻ നൽകി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ. ഇന്ന് പകൽക്കാലം ചെയ്യുന്ന കർത്താവിനായി സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപുത്രനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധി ആത്മാവിൻ്റെ കൂട്ടായ്മ കാവലും എല്ലാ വ്യക്തിജീവിതങ്ങളും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവം അത്ഭുതം പ്രവർത്തിച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.